ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കടയിൽ നിന്ന് മേടിക്കുന്നതിൽ നിന്നും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കണേന്ന് നോക്കാം. അതിനു വേണ്ടി ആവശ്യത്തിന് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പുപൊടി, കുറച്ച് കായം പൊടി, കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ മാവുമായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറേശ്ശെ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മാവ് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത മാവ് 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതേ പരുവത്തിലാണ് മാവ് കിട്ടേണ്ടത്. ഈ സമയം കൊണ്ട് നമുക്കതിലേക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം, തോലോടുകൂടെ. കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതേപോലെയുള്ള നേർത്ത അച്ചിലാണ് ഞാൻ മിക്സ്ചർ ഉണ്ടാക്കുന്നത്. നമുക്ക് മോൾഡിലേക്ക് ആവശ്യത്തിനുള്ള മാവ് നിറച്ചു കൊടുക്കാം. മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു സ്പ്ലാറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേത്തേക്ക് പൊട്ടിത്തെറിക്കാതൊക്കെ രക്ഷപ്പെടാം. ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അതിനെ മാറ്റാം. ഇനി നമുക്ക് കപ്പലണ്ടി വറുത്തെടുക്കാം. 2-3 മിനിറ്റ് കൊണ്ട് നമുക്കത് ഫ്രൈ ആയി കിട്ടും. അതും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1 മിനിറ്റോളം ഇട്ടാൽ മതിയാവും. ഒരുപാട് സമയം ഇട്ട് കഴിഞ്ഞാൽ ഹാർഡായി പോകും. ഇനി നമുക്ക് ഓപ്ഷണലാണ് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. കാഷ്നട്ട് ഇട്ടാൽ നല്ല ടേസ്റ്റാണ് മിക്സ്ചറിന്. അതും നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് മിക്സ്ചർ ഉണ്ടാക്കി തുടങ്ങാം. അധികം കട്ടിയില്ലാതെ ഒരു ലെയറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വല്ലാതെ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടെങ്കിൽ വേവാതെ കെടുക്കുകയും ചെയ്യും, ചിലത് കരിഞ്ഞു പോവുകയും ചെയ്യും. ഇത്ര ലെയറിൽ നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇതിനെ നമുക്ക് എണ്ണ വറുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അടുത്ത ബാച്ചും നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ലാസ്റ്റ് കുറച്ച് മാവ് ബാക്കി വെച്ചിട്ട് നമുക്ക് അത് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാം. ആ മാവിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചെറിയ ഹോളുള്ള കയ്യിലുണ്ടല്ലോ അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ബൂന്തി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമുക്ക് മിക്സ്ചർ എല്ലാം നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് നട്ട്സും കറിവേപ്പിലയും ഗാർലിക്കും എല്ലാം ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റുമാണ്. കുറേ നാൾ നമുക്ക് കേടുകൂടാതെ എടുത്തു വയ്ക്കാനും പറ്റും. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.